إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سأصرف عن آياتي الذين يتكبرون في الأرض بغير الحق وإن يروا كل آية لا يؤمنوا بها وإن يروا سبيل الرشد لا يتخذوه سبيلا وإن يروا سبيل الغي يتخذوه سبيلا ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന വിവിധ അനുഗ്രഹങ്ങളുണ്ട്. അവയെല്ലാം ഓരോ സന്ദർഭത്തിലും ഓർത്തുകൊണ്ട് അതിന് പകരമായി നന്ദിയുള്ളവരായി അതിൻ്റെയും ഭാഗമായി ഈമാനും അമലു സ്വാലിഹാത്തും സൂക്ഷിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിയുവാൻ നമ്മൾ ശ്രദ്ധിക്കുക, പ്രവർത്തിക്കുക. അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ ഈമാനും സൽപ്രവർത്തനങ്ങളും എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് നമ്മളെ സ്വാധീനിക്കേണ്ടത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈമാനിൻ്റെയും സൽപ്രവർത്തനങ്ങളുടെയും ഏറ്റവും പൂർണ്ണമായ പ്രതിഫലം ഈ ലോകത്ത് നമുക്ക് കിട്ടുകയില്ല. അതിനു വേണ്ടിയാണ് അല്ലാഹു മരണാനന്തരം ഒരു രണ്ടാം ജീവിതം നമുക്ക് യൗമുൽ ഖിയാമയിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അവിടേക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ ലോകത്ത് നമ്മുടെ മനസ്സിനെയും ചിന്തയെയും സ്വഭാവത്തെയും സംസ്കാരത്തെയും വ്യക്തിത്വത്തെയുമൊക്കെ സ്വാധീനിക്കണം എന്നതാണ് ശരീഅത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതിൽ ഖുർആൻ ഊന്നി പറയുന്ന ഒരു കാര്യം റുഷ്ദ് എന്ന ഒരു ഘടകമാണ്. സന്മാർഗബോധം, അതുണ്ടാക്കുന്ന വിവേകം, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു ചെറിയ വാക്കാണെങ്കിലും മനുഷ്യൻ്റെ ആദ്യാവസാനം വിജയം നിർണയിക്കുന്നതും ഓരോ പ്രവർത്തനങ്ങളും 100% ഫലപ്രാപ്തിയിലെത്തുന്നതും അയാൾക്ക് എത്ര വിവേകമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ധാരാളം അറിവ് നമുക്ക് സമ്പാദിക്കാം, പുസ്തകങ്ങൾ വായിക്കാം, സ്കൂളിലും കോളേജിലുമൊക്കെ പോവാം. അതിനേക്കാളേറെ നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ലോകത്തുള്ള എല്ലാ അറിവുകളും ഒരു നിമിഷം കൊണ്ട് എത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും അല്ലാഹു പറയുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്ന വിവേകം നമുക്ക് ലഭിക്കുന്നില്ല. വിവേകത്തിൻ്റെ അടിസ്ഥാനം അല്ലാഹു പറയുന്നത് ഈമാൻ തന്നെയാണ്. മറ്റു അറിവുകളും കാര്യങ്ങളുമൊക്കെ ഭാഗികമായിട്ട് സഹായകമാകാമെങ്കിലും ഈമാൻ ഇല്ലാത്ത ഒരു മനുഷ്യന് യഥാവിധി ആവശ്യമായ വിവേകവും സന്മാർഗബോധവും ഉണ്ടാവുകയില്ല. ഖുർആൻ്റെ ഏറ്റവും വലിയ ഒരു അത്ഭുതമായി ഖുർആൻ നിലകൊള്ളുന്നു എന്നതിന് ഖുർആൻ തന്നെ പറയുന്ന ഒരു കാരണവും അതാണ്. യഹ്ദി ഇല റുഷ്ദി,
ഖുർആൻ മനുഷ്യനെ ഈ പറഞ്ഞ റുഷ്ദിലേക്ക് നയിക്കുന്നു. എങ്ങനെയാണ് റുഷ്ദുണ്ടാവുക? അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ പറ്റിയുള്ള ഒരാളുടെ ബോധം, നമ്മൾ പറയാറുള്ള യഖീൻ, അല്പവും പോലും സംശയമില്ലാത്ത യഖീനായ ബോധം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന വിവിധ ആരാധനകൾ, അമലുകൾ, അവയെല്ലാം മനസ്സിൽ നിക്ഷേപിക്കുന്ന, മനസ്സിൽ ഊറിയുണ്ടാക്കുന്ന, സ്വരൂപിക്കുന്ന ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ റുഷ്ദ്. അത് എല്ലാത്തിൻ്റെയും പ്രേരണയായിട്ട് ഉണ്ടാവണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഓരോ ദിവസവും ആരംഭിക്കുന്നത് അത്തരത്തിലുള്ള ഒരു അനുകൂലമായ പോസിറ്റീവായ ചിന്തക്ക് ഇത് സഹായിക്കുകയും ചെയ്യും. ഒരു ചെറിയ ചിന്തയുണ്ടായാൽ മതി. രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അത് നല്ലതാണെങ്കിൽ, ക്രിയാത്മകമാണെങ്കിൽ, ഈ പറഞ്ഞ വിവേകത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അന്നത്തെ 24 മണിക്കൂറും സജീവമാക്കാൻ ആ ചിന്ത മാത്രം മതി. ഇല്ലാത്ത, നമ്മൾ കാണാത്ത സന്ദർഭങ്ങൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരും. സാധാരണ നമ്മുടെയൊക്കെ ഒരു ന്യൂനത, പ്രശ്നങ്ങൾ മാത്രമേ പറയുകയുള്ളൂ. ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ ഇതുവരെയുള്ളത് നമ്മൾ അവലോകനം ചെയ്താൽ ഒരുപാട് സാധ്യതകളും സന്ദർഭങ്ങളും അനുകൂലങ്ങളും ഉണ്ടായിരിക്കും. എന്നാലും നമ്മളൊക്കെ പ്രശ്നങ്ങളാണ് എടുത്തു പറയുക. ഖുർആൻ പറയുന്നത്, റസൂലുള്ളാഹിയും പറയുന്നത്, നിങ്ങൾക്ക് 1, 2, 10 പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ മറുഭാഗത്ത് ഒരു 10-90 സാധ്യതകളുമുണ്ട്. നമ്മളുടെ പ്രശ്നങ്ങളും നമുക്ക് തുറന്നു കിട്ടുന്ന സാധ്യതകളും ഒന്ന് നമ്മൾ പരിശോധിക്കുക. അത് ആദ്യം പറഞ്ഞത് 10-15% മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ള 80-90% സാധ്യതകളാണ്. പക്ഷേ അതിനെ നമുക്ക് മനുഷ്യർക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഖുർആൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വിവേകബോധം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. അതുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും വിവേകമാണ് നമ്മൾ നയിക്കുന്നത് എങ്കിൽ അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാകുമോ, ഉണ്ടായേക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഖുർആൻ പറയുന്ന റുഷ്ദ്, വിവേകം, അതിൻ്റെ ഏറ്റവും നല്ല സ്വാധീനം മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് നമ്മളെ പല വഴിക്കും നന്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും 10 മടങ്ങായി റിസൾട്ട്, പ്രതിഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും. പക്ഷെ എന്തുകൊണ്ടാണ് ഈ വിവേകബോധം മനുഷ്യന് നഷ്ടപ്പെടുന്നത് എന്നതുകൂടി ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നു, സഅസ്രിഫു അൻ ആയാതിയല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. അഹങ്കാരത്തോടുകൂടെ ജീവിക്കുന്നവർ, ഒന്നും എത്ര കണ്ടാലും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് മുമ്പിൽ അള്ളാഹുവിൻ്റെ എല്ലാ ആയത്തുകളും തട്ടിത്തിരിഞ്ഞു പോകും. എങ്ങനെയാണ് തട്ടിത്തിരിയുന്നത്? വഇൻ യറൗ കുല്ല ആയത്തിൻ ലാ യുഅ്മിനൂ ബിഹാ. എത്ര ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും, എത്ര അടയാളങ്ങൾ കണ്ടാലും അതൊന്നും അവർ വിശ്വസിക്കുകയില്ല. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ധാരാളം അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ നന്മയിലേക്ക് വരാൻ വേണ്ടി അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിനെ കാണാൻ അത് എമ്പാടും മതി. നമ്മളെ തന്നെ നന്നാക്കാനും ആ ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളും മതി. പക്ഷേ അതെല്ലാം മനുഷ്യൻ തട്ടിത്തിരിഞ്ഞ് വേണ്ടാത്ത വഴിയിലേക്ക് പോകുന്നത് വിവേകം നഷ്ടപ്പെട്ടു എന്നതുകൊണ്ടാണ്. വഇൻ യറൗ സബീല റുഷ്ദി ലാ യത്തഖിദൂഹു സബീല. വിവേകത്തിൻ്റെയും സന്മാർഗ ചിന്തയുടെയും വഴി കണ്ടാൽ അത് അവർ സ്വീകരിക്കുന്നില്ല.
വഇൻ യറൗ സബീലൽ ഗയ്യി യത്തഖിദൂഹു സബീല. അവിവേകം, തെറ്റായ വഴി, ഇവയൊക്കെയാണ് ഈ ആളുകൾ സ്വീകരിക്കുന്നത്. അപ്പം എന്താണ് ഈ പറഞ്ഞ നല്ല ഗുണം മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവാൻ ആവശ്യമായത് എന്നതിൻ്റെ അടിസ്ഥാന ഭാഗമാണ് ഇവിടെ പറഞ്ഞത്. അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം എവിടെയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം അത് മനസ്സിൽ സൂക്ഷിക്കുക. അങ്ങനെ ജീവിക്കാൻ പുറപ്പെട്ടാൽ മൻ അസ്ലമ ഫഉലൈക തഹറൗ റഷദ. ഇസ്ലാമായി നല്ല പൂർണ്ണ അർത്ഥത്തിലുള്ള മുസ്ലിമായി ജീവിച്ചാൽ അവർക്ക് റഷദ്, സന്മാർഗ ചിന്തയും ഉണ്ടാകും, നമ്മൾ പറഞ്ഞ വിവേകവും ഉണ്ടാകും. അങ്ങനെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ നമ്മളുടെ സ്വഭാവത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുക എന്നതാണ് ഈ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മനുഷ്യന് അവൻ്റേതായ ഒരു സൗന്ദര്യബോധമുണ്ടാകും. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു സൗന്ദര്യ സങ്കല്പമുണ്ടാകും. ഞാൻ എങ്ങനെയാവണം, എൻ്റെ ഡ്രസ്സിങ് എങ്ങനെയാവണം ഒക്കെ എല്ലാവർക്കും അറിയാം, അത് ആവശ്യവുമാണ്. പക്ഷേ നമ്മുടെ ഏറ്റവും നല്ല സൗന്ദര്യം എന്താണ്? എപ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ല സുന്ദരന്മാരും സുന്ദരിമാരുമായി തീരുക? ആദ്യം പറഞ്ഞ വശത്തേക്കാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വിവേകം ഉൾപ്പെടെയുള്ള എന്തെല്ലാം സ്വഭാവങ്ങളുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സൗന്ദര്യം നിർണയിക്കപ്പെടുന്നത്. ബാഹ്യമായ എന്തെല്ലാം ഘടകങ്ങൾ ഒത്തുചേർന്നാലും സ്വഭാവരംഗത്ത് നമ്മൾക്ക് ദൂഷ്യങ്ങൾ മാത്രമേ ഉള്ളുവെങ്കിൽ അത് വളരെ വൃത്തികെട്ട വൈകൃതമായ സ്വഭാവങ്ങളും വ്യക്തിത്വവുമായിട്ടാണ് റസൂൽ കാണുന്നത്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അഷജ് എന്ന് പേരുള്ള ഒരാളെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫീക ലഹുല്ലത്തൈനി, നിങ്ങളിൽ 2 സ്വഭാവങ്ങളുണ്ട്, അത് അള്ളാഹുവിന് പ്രിയപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹം ചോദിച്ചു അതെന്തൊക്കെയാണെന്ന്. നബി പറഞ്ഞു, അൽ ഹിൽമു വൽ അനാത്ത്, വിവേകവും അവധാനതയും. അവിടെ ഹിൽമ് എന്ന വാക്ക് നമ്മൾ പറഞ്ഞ റുഷ്ദിൻ്റെ വേറൊരു ഭാഗമാണ്. വിവേകത്തോടുകൂടെ ആ മനുഷ്യൻ പ്രവർത്തിക്കുന്നു, ഇടപെടുന്നു. അവധാനതയോടുകൂടെ സാവകാശം ചിന്തിച്ച് എങ്ങനെ പോകണം എന്ന് പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കുന്നു. അത് റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമായി, അള്ളാഹുവിനും അത് ഇഷ്ടമാണ്. അപ്പോൾ ഈ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പ്രവാചകരെ, അത് ഞാൻ കൃത്രിമമായിട്ട് സമ്പാദിച്ചുണ്ടാക്കിയതാണോ? എന്ന് വെച്ചാൽ ഇല്ലാത്ത ഒരു സ്വഭാവം നിങ്ങളുടെയൊക്കെ മുമ്പിൽ വരുമ്പോൾ ആളാവാൻ വേണ്ടി കാണിക്കുന്നതാണോ? നബി പറഞ്ഞു, അല്ല, അത് നിങ്ങളുടെ ജുബിൽത അലൈഹിമ, നിന്റെ പ്രകൃതിയും നിന്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗവുമായിട്ട് വളർന്നു വന്നതാവുന്നു എന്ന്. അപ്പോൾ സ്വഭാവങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മൾ എവിടെയാണോ പ്രസൻറ്റ് ചെയ്യുന്നത്, ആരുടെ മുമ്പിലാണോ നമ്മൾ വരുന്നത്, അയാളെ സുഖിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് ചില കാര്യങ്ങളൊക്കെ നടിക്കാൻ പറ്റും, അഭിനയിക്കാൻ പറ്റും. അത് ഒരിക്കലും നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുകയില്ല. ഈ പറഞ്ഞ വിവേകം എന്ന ഗുണം അവിടെ ഉണ്ടാവുകയുമില്ല. മറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈമാൻ, അമലുസ്വാലിഹാത്ത്, ഇവ രണ്ടുമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായി കാണുന്നത് എങ്കിൽ അവയെല്ലാം അപ്പപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന വിവേകമെന്ന ബോധം മനസ്സിൽ ബാക്കിയുണ്ടാകും. അത് ആളുകളുടെ വലിപ്പച്ചെറുപ്പം നോക്കി മാറുകയില്ല എന്നർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് താൽക്കാലികമായി ഉണ്ടാക്കിയെടുക്കാവുന്ന സ്വഭാവമോ വ്യക്തിത്വമോ അല്ല നമ്മളുടെ മൂല്യം നിർണയിക്കുന്നത്. പിന്നെയോ എപ്പോഴും എല്ലാ സന്ദർഭത്തിലും
ആ ഒരു ഭാവത്തിൽ നമ്മൾ ജീവിക്കുവാൻ തയ്യാറാവണം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നല്ല പ്രവർത്തനങ്ങൾക്ക് എത്രത്തോളം നമുക്ക് താല്പര്യമുണ്ടോ, സമയമുണ്ടോ, സന്ദർഭങ്ങൾ കണ്ടെത്തുന്നുണ്ടോ, അവ പോലെ തന്നെ മോശമായത് തടയുവാനും മാറി നിൽക്കുവാനും കൂടി നമുക്ക് ഇടങ്ങൾ കിട്ടും. ഇന്ന് സമൂഹത്തിൽ നന്മയേക്കാളേറെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് തിന്മകളാണ്. തിന്മകളുടെ എല്ലാ ഘടകങ്ങളും പലയിടത്തായിട്ട് തലപൊക്കുന്നു. എങ്ങനെയാണ് തിന്മയിൽ നിന്ന് പിന്മാറാൻ പറ്റുക? അതിനും ഈ പറഞ്ഞ സന്മാർഗബോധം ഉണ്ടാക്കുന്ന വിവേകമാണ് വേണ്ടത്. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ കഥ ഖുർആൻ പറയുന്നുണ്ട്. വളരെ ആഭാസകരമായ മോശമായ സാമൂഹിക ജീവിതവും സ്വഭാവങ്ങളുമൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ലൈംഗിക അരാജകത്വത്തെയും തിന്മകളെയും നിയന്ത്രിക്കുവാനും അതിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നിങ്ങൾ തയ്യാറാവുന്നില്ലേ എന്ന് അദ്ദേഹം ആളുകളോട് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട് സൂറത്ത് ഹൂദിൽ. അവിടെ ചോദിക്കുന്നത് അലൈസ മിൻകും റജുലുൻ റഷീദ് എന്നാണ്. വിവേകബോധമുള്ള ഒരാളെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാതെയായി പോയോ എന്ന്. ഒരു നാട് പൂർണ്ണമായിട്ട് തിന്മയുടെ പിന്നാലെ പോകുമ്പോൾ, എല്ലാവരും മോശമായത് മാത്രം ചിന്തിക്കുമ്പോൾ, അവരെ വഴികാട്ടാൻ, തിന്മയിൽ നിന്ന് പ്രതിരോധിക്കാൻ, നന്മയുടെ ചെറിയ ഒരു തിരി കത്തിച്ചു വെക്കുവാൻ മനുഷ്യന് വേണ്ടത് സന്മാർഗ ചിന്തയും റുഷ്ദ് എന്ന ബോധവുമാണ്. അതാണ് ലൂത്ത് അലൈഹിസ്സലാം അവരോട് ചോദിച്ചത്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ എല്ലാ സൽപ്രവർത്തനങ്ങൾക്കും എന്തെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് തിരിച്ചു തരേണ്ടതുണ്ട്. അത് ഏതെങ്കിലും രൂപത്തിലുള്ള ബാഹ്യമായ താൽക്കാലികമായ നേട്ടങ്ങളല്ല, പിന്നെയോ മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഇതുപോലെയുള്ള നല്ല സ്വഭാവങ്ങളും വിവേകങ്ങളും. ആ രൂപത്തിൽ നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ തീർച്ചയായും അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു ജീവിതം സഫലമാക്കാൻ പറ്റും. മനുഷ്യർക്ക് എത്രത്തോളം ഉയരാൻ പറ്റുമോ, സാമ്പത്തികമായി ഉയരാൻ പറ്റുമോ, എന്തെല്ലാം നേടാൻ പറ്റുമോ, ഇനി ഒന്നും നേടാൻ പറ്റാത്തവരുണ്ടാകും. എല്ലാവർക്കും അള്ളാഹു നൽകിയിരിക്കുന്നത് ഒരു ജീവൻ, ഒരു ജീവിതം മാത്രമാണ്. ഒരേ ഒരു ജീവിതം. അത് നമ്മൾ ജീവിച്ച് വിജയത്തിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ് നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. എനിക്ക് ഇനിയും ചെയ്യാൻ, ഇനിയും അധ്വാനിക്കാം എന്ന് വിചാരിച്ചിരുന്നാൽ ഈ ഒരേ ഒരു ജീവിതം എപ്പോഴെങ്കിലുമായിട്ട് നമ്മളോട് സമ്മതം ചോദിക്കാതെ മാറി നിൽക്കുകയും ചെയ്യും. അപ്പം അതിനാൽ ജീവിതം ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ ഉപയോഗിക്കുക എന്ന നല്ല ചിന്തയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴും പ്രചോദനമാവണം. അത് വിവേകം, അതുപോലെ വിനയം, വിശ്വാസത്തിൻ്റെ ഭാഗമായി ഉണ്ടാവേണ്ട എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അതാണ് നമ്മളുടെ ഏറ്റവും നല്ല സൗന്ദര്യമായിട്ട് ബാക്കി നിൽക്കുക. അതിനേക്കാളേറെ സൗന്ദര്യവും പ്രതിഫലവും മരണാനന്തരം ലഭിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മയെല്ലാം നല്ലവരായി ജീവിക്കുവാൻ, അവൻ്റെ റഹ്മത്തിന് വിധേയരായി കഴിയുവാനും, എല്ലാത്തരം പ്രയാസങ്ങളും മുക്തമായി ജീവിക്കുവാനും നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞ പോലെ ധാരാളം അമലുകളും ആരാധനകളുമൊക്കെ
ചെയ്യുവാൻ താല്പര്യം കാണിക്കും പോലെ തന്നെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ സജീവമായി നിലനിർത്തുവാനും അദ്ദേഹം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിലും അതുണ്ടായിരുന്നു. ആ വഴിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അല്ലാഹുമ്മ അൽഹിംനി റുഷ്ദി എന്നാണ്. പടച്ചവനെ, നീ എനിക്ക് റുഷ്ദ് തോന്നിപ്പിക്കണമേ എന്ന്. അത് മറ്റൊരു സ്വഹാബിക്ക് ശീലിപ്പിച്ച് കൊടുത്ത പ്രാർത്ഥന കൂടിയാണ്. അപ്പോൾ ഒരു ഇൽഹാം നമുക്ക് വേണം. ഇൽഹാം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ ഉദിക്കുന്ന ഒരു ചിന്ത. ആ ചിന്ത ആര് തന്നു? അത് ആരുമായിരിക്കുകയില്ല, പടച്ചവൻ തന്നെയായിരിക്കും. നമ്മുടെ ചുറ്റുഭാഗത്ത് ധാരാളം ആളുകളുണ്ടെങ്കിലും പെട്ടെന്നായിരിക്കും ഒരു നല്ല ഐഡിയ, നല്ല ഒരു ചിന്ത മനസ്സിലേക്ക് ഉദിക്കുന്നത്. അത് വരുന്നത് അള്ളാഹുവിൽ നിന്നാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ ആവശ്യമായ എല്ലാ ചിന്തകളും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമെങ്കിലും അത് അള്ളാഹുവിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട്, ദാനമായിട്ട് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ അല്ലാഹുമ്മ അൽഹിംനി റുഷ്ദി വ അഇദ്നി മിൻ ശർരി നഫ്സി എന്ന പ്രാർത്ഥന അതിൻ്റെ ഒരു ഭാഗമാണ്. എൻ്റെ റുഷ്ദ്, ഓരോ സന്ദർഭത്തിലും എന്ത് ചെയ്യണം എന്ന് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഇൽഹാം എനിക്ക് നൽകണമേ. അതുപോലെ ഏതെങ്കിലും സന്ദർഭത്തിൽ തെറ്റുകളിലോട്ട് പോകുമ്പോൾ ആ തെറ്റിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ. തെറ്റുകൾ ചെയ്യുക എന്നത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. എത്ര ഭക്തിയും ഈമാനും ഒക്കെ ഉണ്ടെങ്കിലും പിന്നെയും മനുഷ്യൻ്റെ മനസ്സ് അവനറിയാതെ തെറ്റുകളിലേക്ക് പോകും. ഇന്നൻ നഫ്സ ല അമ്മാറത്തുൻ ബിസ്സൂഇ എന്ന് മനുഷ്യൻ്റെ പ്രകൃതം ഖുർആൻ പറയുന്നുണ്ട്. തെറ്റുകളെ വല്ലാതെ പ്രേരിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ മനസ്സിനുള്ളത് എന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മനസ്സിനെ ആടി ഉലഞ്ഞു പോവാതെ റുഷ്ദിൽ മാത്രം പിടിച്ചു നിൽക്കുവാൻ, തെറ്റുകളിലേക്കൊന്നും പോവാതിരിക്കുവാനുള്ള തൗഫീക്ക് പടച്ചവൻ തന്നെ നൽകണം എന്നാകുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇങ്ങനെ എല്ലാ നമസ്കാരത്തിലും, നമസ്കാരാനന്തരമുള്ള പ്രാർത്ഥനകളിലും, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവൻ ഉണ്ടെങ്കിൽ മാത്രമേ തനിക്ക് നിൽക്കാനും ജീവിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനാ നിർഭരമായി, പ്രാർത്ഥനയില്ലാത്ത ഒരു സന്ദർഭവും ജീവിതത്തിലില്ലാതെ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുക. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ രണ്ട് കൈകളും ഉയർത്തി ചുണ്ടുകൊണ്ട് കുറേ മന്ത്രിക്കുക, പറയുക, അതല്ല പ്രാർത്ഥന. നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ പോലും പ്രാർത്ഥനയായിട്ട് മാറും. അതിന് പ്രകടനങ്ങളൊന്നും പുറത്തുണ്ടാവുകയില്ല. മനസ്സിൽ ചിന്തിക്കുന്നതെല്ലാം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയായിട്ട്, തേട്ടമായിട്ട് മാറ്റിയെടുക്കുകയാണ് എപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകുവാനുള്ള ഒരു സന്ദർഭം. അങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിൽ 100 കൂട്ടം പ്രാർത്ഥനകൾ നമുക്ക് പലപ്പോഴുമായിട്ട് ഒരു ദിവസം ലഭിക്കുകയും ചെയ്യും. അതെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രൂപത്തിൽ ജീവിതത്തെ നന്നാക്കാൻ സാധിക്കും. അതിനേക്കാളേറെ അള്ളാഹുവിൻ്റെ മുഖറബ്, ഏറ്റവും സമീപത്ത് നിൽക്കുന്ന വ്യക്തിയായിട്ട് നമുക്ക് ഉയരാനും കഴിയണം. അതിനുവേണ്ടി നമ്മൾ മനസ്സ് വൃത്തിയാക്കുക, നല്ല ഇഖ്ലാസോട് കൂടെ പ്രവർത്തിക്കുക, എപ്പോഴും അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹു നമ്മളെയൊക്കെ കൈനീട്ടി സ്വീകരിക്കുവാനും പാകത്തിൽ പ്രാർത്ഥന കൊണ്ട് മനസ്സും നാവും ചിന്തയും നിരതമാക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക്, സുഹൃത്തുക്കൾക്കെല്ലാം പടച്ചവനെ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ള ധാരാളം പേരുണ്ട്, ആശുപത്രികളിലും മറ്റു ചികിത്സയിലൊക്കെയായിട്ടും. അവർക്കൊക്കെ പടച്ചവനെ നീ ശിഫ നൽകി ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ
തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. നല്ല ചികിത്സ ലഭിക്കുക എന്നതും അള്ളാഹുവിൻ്റെ തൗഫീക്ക് തന്നെയാണ്. ആ തൗഫീക്കും അള്ളാഹുവെ നീ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാരി യാ റബ്ബൽ ആലമീൻ.